അക്ഷരങ്ങളെയും വാക്കുകളെയും സംഖ്യകളെയും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ യോജിപ്പിക്കാൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് കോൺകാറ്റിനേറ്റ്. വളരെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നിവയാണ് ഈ 2 കോളങ്ങളിൽ കാണുന്നത്. ഇനി ഓരോ ആളുടെയും ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നിവ കമ്പൈൻ ചെയ്ത് ഫുൾ നെയിം ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രിസ്റ്റഫർ എന്ന ഫസ്റ്റ് നെയിമും നോളൻ എന്ന ലാസ്റ്റ് നെയിമും കമ്പൈൻ ചെയ്യാനായിട്ട് ഈക്വൽ കോൺകാറ്റിനേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഫംഗ്ഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് കാണാം. കോൺകാറ്റിനേറ്റ് സെലക്ട് ചെയ്യുന്നു. കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് ഈ കാണുന്നത്, അതായത് ഫംഗ്ഷനുള്ളിലേക്ക് എങ്ങനെ ഇൻപുട്ട് കൊടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ. ആദ്യത്തെ ഇൻപുട്ട് ടെക്സ്റ്റ് 1, അതായത് കമ്പൈൻ ചെയ്യേണ്ടുന്നവയിലെ ആദ്യത്തെ ടെക്സ്റ്റ്. ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ ടെക്സ്റ്റ് 2, അതായത് കമ്പൈൻ ചെയ്യേണ്ടുന്നവയിലെ രണ്ടാമത്തെ ടെക്സ്റ്റ്. ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ക്രിസ്റ്റഫർ, നോളൻ എന്നീ 2 പേരുകൾ കമ്പൈൻ ചെയ്യപ്പെട്ടാൽ കാണാം. എന്നാൽ നമ്മൾ ഫുൾ നെയിം എഴുതുമ്പോൾ ഫസ്റ്റ് നെയിമിനും ലാസ്റ്റ് നെയിമിനും ഇടയിൽ ഒരു സ്പേസ് കൂടെ ഉണ്ടാകും. ക്രിസ്റ്റഫർ എന്ന ഫസ്റ്റ് നെയിമും നോളൻ എന്ന ലാസ്റ്റ് നെയിമും ഇടയിലൊരു സ്പേസ് കൊടുത്തുകൊണ്ട് യോജിപ്പിക്കാനായിട്ട് ഈ ഫോർമുല ഡിലീറ്റ് ചെയ്യുന്നു. ഈക്വൽ കോൺകാറ്റിനേറ്റ് ടെക്സ്റ്റ് 1, ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ ടെക്സ്റ്റ് 2, ഫസ്റ്റ് നെയിമിന് ശേഷം സ്പേസ് കിട്ടാനായിട്ട് ഡബിൾ കോട്ട്സ്, സ്പേസ്, ഡബിൾ കോട്ട്സ്, കോമ അടുത്ത ഇൻപുട്ട് ടെക്സ്റ്റ് 3, ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ക്രിസ്റ്റഫർ, അത് കഴിഞ്ഞൊരു സ്പേസ്, നോളൻ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി ഈ പേരുകൾക്ക് മുന്നിൽ ഒരു മിസ്റ്റർ കൂടെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഈക്വൽ കോൺകാറ്റിനേറ്റ് ടെക്സ്റ്റ് 1, ഡബിൾ കോട്ട്സ്, മിസ്റ്റർ, സ്പേസ്, ഡബിൾ കോട്ട്സ്, കോമ ടെക്സ്റ്റ് 2, ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ ഫസ്റ്റ് നെയിമിന് ശേഷം സ്പേസ് കിട്ടാനായിട്ട് ഡബിൾ കോട്ട്സ്, സ്പേസ്, ഡബിൾ കോട്ട്സ്, കോമ ടെക്സ്റ്റ് 4, ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, പേരിന് മുന്നിൽ മിസ്റ്റർ ആഡ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെയുള്ളൊരു പേര് ഞാൻ ചേഞ്ച് ചെയ്യാണ്. അതിനനുസരിച്ച് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഈ കാണുന്ന ഓരോ പേരുകൾക്ക് മുന്നിൽ, അതായത് ഈ ഓരോ ലാസ്റ്റ് നെയിമിന് മുന്നിൽ ഈ കോളത്തിലുള്ള ലക്കി നമ്പർ ആഡ് ചെയ്യാനായിട്ട് ഈക്വൽ കോൺകാറ്റിനേറ്റ് ആദ്യത്തെ ഇൻപുട്ട് ടെക്സ്റ്റ് 1, പേരിന് മുന്നിലാണ് നമുക്ക് ലക്കി നമ്പർ വേണ്ടത്. നമ്പർ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ ഡബിൾ കോട്ട്സ്, സ്പേസ്, ഡബിൾ കോട്ട്സ്, കോമ ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സൽ ഫംഗ്ഷൻസിന് പുറമെ എക്സൽ 1 നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നൊരു ഓൺലൈൻ എക്സൽ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ഡിപ്പാർട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.